നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ ഒട്ടേറെ കഥാപാത്രങ്ങളെ പ്രദാനം ചെയ്ത ജോമോളായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. സിനിമയിൽ നിന്ന് മാറി കുടുംബിനിയായി ഇപ്പോഴൊരു വ്യവസായ സംരംഭകയായി ജീവിതം മുന്നോട്ട് പോകുന്നു. ജോമോളുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരാം. ഇത് ജോമോൾ ആരോട് ഷെയർ ചെയ്തില്ല, ഇതൊരു വലിയ ലോങ് പ്രോസസ്സാണ്. അതെ അതെ, ആരോടും ആഗണൈസിംഗ് ആയിരിക്കുമല്ലോ ഭയങ്കരമായിട്ട്. അതെ, ആരോടും ഞാൻ ഷെയർ ചെയ്തില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ബൂബു എന്ന് പറഞ്ഞിട്ട് കോളേജിൽ. അപ്പം ഞാനിങ്ങനെ അവളോട് കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, സി ഇങ്ങനെ ഒരാളുണ്ട്. അവൾ ഞെട്ടി. അപ്പോൾ അവളോട് ഇങ്ങനെ മാറ്റി പറഞ്ഞപ്പോൾ അവളിങ്ങനെ ഓക്കെ ഓക്കെ. അപ്പം ഇതുപോലെ ക്ലാസ് കട്ട് ചെയ്തു, കോർണറിൽ പോയിരുന്നാണ് ഞങ്ങൾ 2 പീരീഡ് ഞാൻ കട്ട് ചെയ്തു. എന്നിട്ടാണ് പോയിരുന്ന ഈ സംഭവം മുഴുവൻ പുള്ളിക്കാരോട് പറയുന്നത്. ഞാൻ പറഞ്ഞു, പുള്ളി ഷിപ്പെന്ന് നാട്ടിലെത്തിയിട്ടുണ്ട്. ഐ ഹാവ് നോട്ട് സീൻ എനി ഓഫ് ഹിസ് ഫോട്ടോ. പക്ഷേ ഇതാണ് എൻ്റെ സങ്കല്പത്തിൽ പുള്ളി പറഞ്ഞതനുസരിച്ച് എൻ്റെ മനസ്സിലുള്ള ഒരു രൂപം. ആൻഡ് ഹീ ഹാസ് നോട്ട് സീൻ മൈ ഫോട്ടോ ഓൾസോ. സോ ഞാൻ എങ്ങനെ ഇരിക്കുന്നതെന്ന് പുള്ളിക്കറിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, പുള്ളിക്ക് വന്ന് എന്നെ കാണണം. അപ്പോൾ എന്നോട് അവൾ ചോദിച്ചു, നീ ഇത്രയും വലിയൊരു റിസ്ക് ആണ് എടുക്കുന്നത്, അത് നീ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഫുൾ നീ ഏറ്റെടുക്കുക. കാരണം നീ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇഷ്ടമാണെന്ന് ഞങ്ങൾ പരസ്പരം പറഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ടാണ് പുള്ളി കാണാൻ വരുന്നത്. അപ്പോൾ അത് ഇത്രയും വലിയ ഒരു, നീ ഷുവറാണോ? പുള്ളിയുടെ കാര്യം നമുക്കറിയില്ല, പുള്ളിയെ എനിക്കറിയ പോലുമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഷുവറാണ്. എന്നോട് പറഞ്ഞു, ഒരു ആവേശത്തിൻ്റെ പുറത്ത് നീ കയറി ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, അല്ല, ഐ വാസ് 100% ഷുവർ. അവൾ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിരുന്നു, എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ് റെപ്പായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, അടുത്ത ആഴ്ച നമ്മുടെ സ്കൂളിൽ, ഞങ്ങളുടെ കോളേജിൽ കൊമേഴ്സിൻ്റെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പം ഒരു കാര്യം ചെയ്യാം, എനിക്ക് കുറേ പേരെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും, വേറെ കോളേജസും വേറെ അങ്ങനെ ഒരുപാട്. ഞാനൊരു കാര്യം, ഒരു ഇൻവിറ്റേഷൻ പുള്ളിക്ക് കൊടുക്കാം. അപ്പം അന്ന് ചന്തു ബോംബെയിലാണ്, അവരവിടെയാണ് താമസം. അപ്പം പുള്ളി വരട്ടെ, അപ്പം അന്ന് നിങ്ങൾ കാണാം. അല്ലാതെ നിനക്കിപ്പോൾ വെളിയിൽ പോയി ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു സാഹചര്യമല്ല. വീട്ടിൽ നിന്ന് വെളിയിൽ പോയി നമ്മൾ കഫേയിൽ പോയി ഇരുന്ന് കാണുക, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ശരി എന്ന് പറഞ്ഞു. അങ്ങനെ അതനുസരിച്ച് പുള്ളിയോട് പറഞ്ഞു. പുള്ളി ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാലിക്കറ്റിലെത്തി. അപ്പോൾ തലേ ദിവസം ആയപ്പോഴത്തേക്കാണ് എനിക്ക് സംഭവത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാവും. സത്യമായിട്ട് ടെൻഷൻ അടിച്ചു. അപ്പോൾ 1-2 ഫ്രണ്ട്സിന്റെ അടുത്ത് പിന്നെ മകളുടെ രൂപത്തിലും ഭാവത്തിലും സ്വഭാവത്തിലൊക്കെ വന്ന മാറ്റം അച്ഛനും അമ്മയും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഇല്ല, ഞാനെല്ലാം ഭയങ്കര ഡിസ്ക്രീറ്റ് ആയിരുന്നു ചെയ്തത്. കാരണം എനിക്കറിയില്ല, ഇല്ല ഈ മാറ്റങ്ങൾ സംഭവിച്ചു. ഇപ്പം പണ്ടൊരിക്കൽ എൻ്റെ ഒരു ഇംഗ്ലീഷ് മാം എന്നോട് പറഞ്ഞിരുന്നു, അവളുടെ മുഖത്തുനിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അറിയില്ല, അങ്ങനെ ഞാൻ അത്രയും എവിഡന്റ് ആക്കത്തില്ല. കാരണം എൻ്റെ മുഖത്ത് എപ്പോഴും ഒരു സ്ഥായിയായ ഒരു ഭാവമാണ്. വീട്ടിൽ ആങ്ങളാന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും ഒന്ന് ചൂടുന്നു. ഉണ്ട്, അവന്റെ 1-2 കാര്യങ്ങൾ എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ അവനറിയാം. അപ്പൊ അതുകൊണ്ട് അവൻ ഇതാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് കമ്പ്യൂട്ടറിൽ ആക്സസ് ചെയ്യാമെന്നല്ലാതെ അവന് കമ്പ്യൂട്ടറിനെ കുറച്ച് തരികിടകൾ അറിയാം. ഹിസ്റ്ററി പോയി ആരുടെ അടുത്ത് ഏത് സമയം അവൻ എന്തുകൊണ്ടോ പറഞ്ഞില്ല. ചിലപ്പം അവന്റെ 2-3 തരികിടകൾ ഞാൻ കണ്ടത് കൊണ്ട് അത് ബാലൻസ് ചെയ്ത് പോയോ. അത് ഇപ്പോഴും ഞങ്ങൾ പരസ്പരം അത് ഇതുവരെ തുറന്ന് സംസാരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഇപ്പോഴും അങ്ങനെ അവൻ അറിയാൻ പോകുന്നത്. അന്ന് രാവിലെ പുള്ളി ലാൻഡ് ചെയ്തു. രാത്രി ഒന്നും എനിക്ക് ഉറക്കം വന്നില്ല. അപ്പോഴാണ് റിയാലിറ്റി സ്ട്രൈക്ക് ചെയ്യുന്നത്. വേറെ 1-2 ഫ്രണ്ടിൻ്റെ അടുത്തും പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ട് കാണാൻ വരുന്നു എന്ന് മാത്രം സ്കൂളിലുള്ള കോളേജിലുള്ള കുറച്ച് പേരോട് പറഞ്ഞു. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ഇന്നാണ് ആളിതാണ്, ആൾക്ക് മലയാളം അറിയില്ല, ഹി ഡസൻറ്റ് നോ മലയാളം, ഈസ് ഷോർട്ട്, ഈസ് ഡാർക്ക്, ഹീസ് ഗോട്ട് എ പോട്ട് ബെല്ലി, പല്ലുന്തിയതാണ്, കഷണ്ടിയാണ്. അപ്പൊ ഇങ്ങനെ എല്ലാവരും ചിരിയെല്ലാം മാറി. വന്നു. അവരാരും ഇങ്ങോട്ട് എന്നോട് ചോദിച്ചില്ല ആരാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ ഫ്രണ്ടാണ്, കാണാൻ വരുന്നു എന്ന് പറഞ്ഞു. അപ്പം മാറി അവളോട് ചോദിച്ചു, അവൾക്ക് വേണമായിരുന്നോ എന്ന് ചോദിച്ചു. എന്നോട് നേരിട്ട് ചോദിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞു, സി ഹി ഡസൻറ്റ് നോ മലയാളം. അപ്പോൾ ഒന്ന് നിങ്ങൾ സംസാരിച്ച് മലയാളത്തിൽ മുന്നും സംസാരിക്കുമ്പോൾ ഹി വിൽ ഫീൽ അൺകംഫർട്ടബിൾ. ഒന്ന് കമ്പനി കൊടുക്കണേ, എനിക്ക് കംപ്ലീറ്റ് നേരം ഇരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഒക്കെ ഞങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം പുള്ളി ലാൻഡ് ചെയ്തപ്പോൾ ഇവളുടെ കയ്യിലാണ് പാസ്, എൻ്റെ ഫ്രണ്ട് ബൂബുവിൻ്റെ കയ്യിലാണ് പാസ്. അവളത് ഗേറ്റിൽ കൊണ്ടുപോയി കൊടുത്താലേ ഗേറ്റിൽ നിന്ന് വരത്തുള്ളൂ. അപ്പം ഇവളും ഞാൻ പറഞ്ഞ രൂപം വെച്ചിട്ട് ഇവളെ എക്സ്പെക്ട് ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും സ്റ്റേജിൽ ഇരിക്കുക. ബാക്ക് സ്റ്റേജിൽ പ്രോഗ്രാം നടക്കാൻ, ഞങ്ങളൊക്കെ ബാക്ക് സ്റ്റേജിൽ ഇരിക്കാം. എനിക്ക് ഞാൻ ആ ലോകത്തൊന്നുമല്ല, എൻ്റെ കാല് പോലും നിലത്തുറയ്ക്കുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് ഞാനിരിക്കുന്നത്. അപ്പം അവളുടെ ഫോണിലേക്ക് കോൾ വന്നു, ഞാൻ എത്തിയിട്ടുണ്ട് ഗേറ്റിൻ്റെ അവിടെ, അപ്പം ഒന്ന് പാസ്സായിട്ട് വരുമെന്ന്. അയ്യോ, എനിക്കിങ്ങനെ എനിക്കെന്താ ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയില്ല. എന്നിട്ട് പുള്ളിക്കാരി ഓക്കെ ഞാൻ വരുന്നു എന്ന് പറഞ്ഞു. പുള്ളിക്കാരി എന്നിട്ട് ഗേറ്റിനൊപ്പം ഒരുപാട് പേര് വരുന്നു പോകുന്നു. ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ.
അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ ഗേറ്റിന്റെ അങ്ങോട്ട് ദൂരെ നിന്നൊക്കെ നോക്കിയിട്ടും ഇതേ രൂപത്തിൽ ആരെയും കാണുന്നില്ല, കറുത്തത് പുള്ളൻ ഒന്നും കാണുന്നില്ല. അപ്പൊ പുള്ളിക്കാരി ഫോൺ വിളിക്കുന്നുണ്ട്. ഫോൺ വിളിക്കുമ്പം കുറെ തിരക്കിൽ ഒരാൾ കറക്റ്റ് ആ സമയത്ത് ഫോൺ എടുക്കുന്നു. ഹലോ എന്ന് പറഞ്ഞു. ആ എവിടെയുണ്ട്, ഞാൻ ഇവിടെയുണ്ട്. അപ്പൊ പുള്ളിക്കാരിക്ക് കാണാം ആള് ഫോൺ എടുക്കുന്നത്, പക്ഷെ പുള്ളിക്കാരിക്കും അത് രജിസ്റ്റർ ആവുന്നില്ല, ഇദ്ദേഹമാണ്. അത് വേറെ ആരുടെ കോള് വന്ന് കട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങോട്ടും കട്ട് ചെയ്തു. പിന്നെയും വിളിക്കുന്നു, അതേ ആള് തന്നെ ഫോൺ എടുക്കുന്നു. അപ്പൊ തിരിഞ്ഞു വന്നപ്പോഴാണ് പുള്ളിക്കാരി ഇങ്ങനെ നോക്കുന്നതിന് ഒരു ഇങ്ങനെ നോക്കേണ്ടി വന്നത്. ആദ്യത്തെ ഷോക്ക് അവൾക്കാണ്. ആദ്യത്തെ ഷോക്ക് അവൾക്കാണ്. ആ ഷോക്കിൽ നിന്ന് ഇപ്പം അവള് മോചിതമായിട്ടുണ്ടാവും. അവള് മാറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പുള്ളി അവളോട് ചോദിക്കണം, മിക്കവാറും ആ ഷോക്കിന്റെ ഇതിലുണ്ടായിരിക്കും. ഇല്ല, അവളും വേറെ ഫ്രണ്ടും കൂടെ ആയിരുന്നു. അവർ രണ്ടുപേരും കൂടെ വരുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി വേറെ ഒരു ലാബിൽ പോകേണ്ട ആവശ്യം വന്നു, എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇവർ പോയിട്ട് കുറേ നേരം വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ബാക്ക് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. അപ്പോഴും മനസ്സിലാണ് എപ്പോൾ എത്തും, സാരമില്ല, യു ക്യാൻ ഡു ഇറ്റ്, ഇനി ഇതിൽ നിന്ന് മാറരുത്, ഒരാൾക്ക് ഹോപ്പ് കൊടുത്തിട്ട് ഇനി ഇതിൽ നിന്ന് അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിങ്ങനെ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പോസിറ്റീവായിട്ട് അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞു. ലൈഫ് എന്ന് പറയുന്ന ലുക്സിലല്ല, അതിലല്ല, ഇതിലല്ല, അതൊക്കെ അങ്ങനെ നമ്മളുണ്ടല്ലോ, നമ്മൾ സ്വയം നമുക്കൊരു സ്ട്രെങ്ത് തരാൻ വേണ്ടി നമ്മൾ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആലോചിച്ചിട്ട് പറയണേ. അങ്ങനെ ഞാൻ ഇങ്ങനെ വന്നപ്പോൾ ഈ കുട്ടിയുടെ കൂടെ ഒരു വലിയൊരു ടോൾ, ഒരു ലീൻ ആയിട്ടൊരു ഹാൻസം ആളിങ്ങനെ നടന്നു വരുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കി, ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകും. അപ്പോൾ പക്ഷേ ടു ബി ഓണസ്റ്റ് റൈറ്റ് നൗ ഐ എം ടെല്ലിങ് യു, ഞാൻ അപ്പോഴാലോചിച്ചിരുന്നു, ഇയാളായാൽ മതിയായിരുന്നു എന്ന് ഞാൻ മനസ്സിൽ ആലോചിച്ചു. പക്ഷെ നമ്മൾ ആലോചിച്ചു, ആഗ്രഹിക്കുന്നതിന് ഒരു ലിമിറ്റ് ഇല്ലേ എന്ന് ഞാൻ അപ്പോഴും ആലോചിച്ചു. എന്നാൽ സാരമില്ല, ഏതായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ഞാനിങ്ങനെ അവരിങ്ങോട്ട് വരുന്നു, ഞാനിങ്ങനെ അവരെ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ ക്ലാസ് റൂമിൽ അപ്പുറത്തെ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ഒരു സാധനം എടുക്കണം. അപ്പം ഞാൻ ഇങ്ങനെ പുള്ളി ഇങ്ങനെ വെച്ചു. അപ്പം ഇവള് പറഞ്ഞു ഹലോ, ഇവള് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഹലോ. അപ്പം പുള്ളി എൻ്റെ അടുത്ത് വന്നു ഹലോ. അപ്പം ഞാൻ ഹലോ എന്ന് പറഞ്ഞിട്ട് ഞാനും അങ്ങ് പോയി. ഞാനിപ്പം അതിന് അത്ര വലിയ മൈൻഡ്, വേറെ ആരെങ്കിലും ആയിരിക്കും. ഞാൻ ഹലോ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ മൈൻഡ് ചെയ്ത് ഞാനിങ്ങനെ നടന്ന് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത്, ഇതാണോ ആള്? ഈ ഹലോ എന്ന് കേൾക്കുന്നത് എനിക്ക് ഒരുപാട് പരിചയമുള്ള ഒരു ഹലോ. പിന്നെ സത്യം പറഞ്ഞ സർ, നമ്മുടെ സിനിമയിലൊക്കെ നമ്മളൊരു ട്രാൻസ് മോഡിലോട്ട് പോകില്ലേ, നമ്മൾ ചിലപ്പം ആലോചിച്ച് നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ എവിടെ എത്തിപ്പറ്റിയെന്ന് നമ്മൾ ആലോചിക്കുന്നത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ആ നിമിഷത്തിൽ അതുണ്ടായി. അപ്പോൾ ആ സെക്കൻഡ് നമ്മളിങ്ങനെ ഞാൻ ഇൻവോളണ്ടറി ആയിട്ടാണ് ഞാൻ നടന്നു പോകുന്നത്. ആളുകൾ ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകുന്നു, അവരെ തട്ടുന്നൊന്നുമില്ല, ഞാൻ ഇങ്ങനെ നടന്നു പോകുന്നു. അതെ, ഇറ്റ് ഈസ് നോ ജോക്സ്. അതിപ്പം എനിക്ക് എന്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കണം എന്നറിയത്തില്ല, ഇറ്റ് ഇസ് നോ ജോക്സ്. അപ്പം ഞാനിങ്ങനെ ദൈവമേ, ഇയാളാണോ, ഇതേ സൗണ്ട് തന്നെയാണല്ലോ, ഇതേ സൗണ്ട് തന്നെയാണല്ലോ കേട്ടത്. അപ്പം ഞാൻ ആലോചിച്ചു, ഇവള് പോയത് അയാളെ വിളിക്കാനായിരുന്നല്ലോ, അപ്പോൾ ഇവളുടെ കൂടെ വന്ന ആൾ അയാൾ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇയാൾ തന്നെയായിരുന്നു എന്നെ ഇത്രയും കാലം കുള്ളനാണ്, കറുത്തതാണ് എന്ന് പറഞ്ഞ് പറ്റിച്ച് ആളെന്ന് നോക്കുമ്പോൾ ഞാൻ ഒരു സെക്കൻഡ് ഞാൻ ആലോചിച്ചിരുന്നു, ഇദ്ദേഹം ആയിരുന്നെങ്കിൽ എന്ന്. ഇത് പറഞ്ഞിട്ട് ഞാൻ എവിടെ ലാൻഡ് ചെയ്തതെന്നറിയോ? പ്രിൻസിപ്പളുടെ റൂമിൽ. ഞാൻ ബെല്ലടിച്ച് നോക്കുമ്പോൾ പ്രിൻസിപ്പളുടെ റൂം, ഞാനിങ്ങനെ കഥക്ക് ഇങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ പ്രിൻസിപ്പൾ യെസ് ചോമ വാട്ട് ഹാപ്പൻ എന്ന് ചോദിച്ചു. പുള്ളിക്കാരി എന്തോ എഴുതായിരുന്നു. അപ്പോഴാണ് ഞാൻ സ്ട്രൈക്ക് ചെയ്തത്. ഞാൻ പറഞ്ഞു നോ മിസ്, ഐ കെയിം ടു ഗെറ്റ് സംതിങ് ഫ്രം അതർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയത്. ആ ഒരു 2-3 മിനിറ്റ് ഞാൻ ടോട്ടലി ലോസ്റ്റ് ആയിരുന്നു. തിരിച്ച് ഞാൻ ചെന്നിട്ടാണ് അറിയുന്നത് ഇദ്ദേഹമാണ് ഇത്രയും കാലം ഞാൻ ഗ്രാൻഡ് പാ എന്ന് വലിയൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഞാൻ കാണിച്ചില്ല കാരണം എൻ്റെ ഭാഗത്തുനിന്ന് 100% ഓക്കെയാണ്. ഇനി മൂപ്പരുടെ ഭാഗത്ത് പുള്ളി എക്സ്പെക്ട് ചെയ്ത പോലെ ആയിരിക്കണമെന്നില്ലല്ലോ ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പോഴും എൻ്റെ എക്സ്പെക്ടേഷൻസ് ഹോൾഡ്, കാരണം എനിക്ക് എന്നെ ഹേർട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ യു ആർ കൺവിൻസ്ഡ് ഇദ്ദേഹം തന്നെയാണെന്ന് അത് മനസ്സിലായി. അവിടെ ചെന്നുള്ള കോൺവെർസേഷനിൽ പറഞ്ഞു, ഇതാണ് ചന്തു, നീ പറഞ്ഞു നീ എന്താണ് ഞങ്ങളെ പറ്റിച്ചല്ലോ അങ്ങനെ ഇങ്ങനെയാന്നല്ല. അപ്പൊ അവരുടെ വിചാരം എന്താ, ഞാൻ അവരെ പറ്റിച്ചു. ഞാൻ പറഞ്ഞു അല്ല, ഹി വാസ് ടെല്ലിങ് മീ ദാറ്റ് ഹി ഹാസ് ഓൾറെഡി ടോൾഡ് മീ ദാറ്റ് പുള്ളി ഇങ്ങനത്തെ ഒരാള്. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. എനിക്ക് പറ്റിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് അഭിമാനമായിരുന്നു പറയേണ്ടത്. ഐ ഷുഡ് ബി പ്രൗഡ്. പക്ഷെ നേരെ മറിച്ച് എന്നോട് പറഞ്ഞതുപോലെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അപ്പോഴും എൻ്റെ മനസ്സിൽ എന്നെ ഇഷ്ടപ്പെടുവോ, കാരണം എൻ്റെ മനസ്സിൽ അടുത്ത ആഗണി അതായി. എക്സാക്ട്ലി, അടുത്ത ആഗണി അതായി. അടുത്ത ടെൻഷൻ. നമുക്ക് ജീവിതം അങ്ങനെയാണല്ലോ, ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്. അപ്പം പിന്നെ പെണ്ണും കൂടെയാണല്ലോ, അപ്പം എന്തെങ്കിലും മനസ്സിൽ ഇങ്ങനെ തലയിൽ വേണമല്ലോ ടെൻഷൻ അടിക്കാൻ. അപ്പം അങ്ങനെയായി. പുള്ളി എൻ്റെ അടുത്ത് നന്നായിട്ട് സംസാരിക്കുന്നു, ഞാൻ ഇംഗ്ലീഷിൽ കുറേ അങ്ങോട്ട് പറയണു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇയാൾക്ക് മലയാളം അറിയാമായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ഒന്ന് റിലാക്സ്ഡ് ആവുമായിരുന്നു എന്ന് ഞാനിങ്ങനെ അങ്ങോട്ട് പറയുന്നുണ്ട്.
കുറേ നേരം കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സും അയാളോട് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് കുറേ നേരം എത്ര നേരമെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ ഈ പറയുന്നത് എന്തൊരു ബോറാണ്, നിന്റെ ലൈഫ് എന്ത് ബോറായിരിക്കും ഇങ്ങനെ ഫുൾ ടൈം ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞാൽ നിനക്ക് മലയാളത്തിലൊന്നും സ്വതന്ത്രമായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പം വാട്ട് ആർ യു ടോക്കിംഗ് എന്നൊക്കെ പുള്ളി ഇങ്ങനെ ഇടയ്ക്ക് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു നത്തിങ് ആ ലോക്കൽ ലാംഗ്വേജ് മലയാളം. ഞാൻ പുള്ളി പറഞ്ഞു എനിക്ക് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ലിറ്റിൽ ബിറ്റ് ബിക്കോസ് മൈ പേരൻസ് യൂസ് ടു സ്പീക്ക് മലയാളം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോഴത്തേക്ക് കൂടെ ആൾക്കാരൊക്കെ ബോറാവുന്നുണ്ട് കേട്ടോ, എത്ര നേരമായി എന്നെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് എന്തോ കാര്യത്തിന് തിരിച്ചു പോയി വൈകുന്നേരമായപ്പോൾ പുള്ളി എന്തോ കാര്യം ചെയ്തപ്പോൾ ചോദിച്ചു അപ്പം നമുക്ക് പോവല്ലേ ചോദിച്ചപ്പോഴത്തേക്ക് എല്ലാവരും ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു വാട്ട് പോവാം, കഴിഞ്ഞില്ലേ ഫെസ്റ്റിവൽ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് മനസ്സിലായത് പുള്ളിക്ക് മലയാളവും അസലായിട്ട് മലയാളം അറിയാം, നമ്മളറിയുന്നതിനേക്കാളൊക്കെ നന്നായിട്ട് മലയാളം അറിയാം എന്ന് മനസ്സിലായത്. അങ്ങനെയാണ് അതൊരു എന്താ പറയുന്നത്, എനിക്ക് എവറി ഇൻസിഡന്റ് ഐ ക്യാൻ റിമെമ്പർ. ഞാനിനി ഒരു സിനിമ എടുക്കുന്നുണ്ടെങ്കിൽ ജോമോളെ ഇതായിരിക്കും എടുക്കുന്നത്. ഇത് എന്തൊരു വലിയ കഥയാണ്. അത് സത്യമായിട്ട് ഒരു ത്രെഡായിട്ട് പറയേണ്ട കാര്യമാണ്. ഞാൻ റോപ്പാക്കിയിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. അല്ല ഇതൊരു ഭീകര കഥ. ഇത് ഹോളിവുഡ് അല്ലേ, ഏതെങ്കിലും യൂണിവേഴ്സൽ പടം എടുക്കേണ്ടത്. എന്നെ ആക്കിയതാണ്, എനിക്കത് മനസ്സിലാവില്ല. എനിക്ക് എന്റെ മനസ്സിലേക്ക് വന്ന 2-3 കാര്യങ്ങൾ ഇപ്പൊ ഞാൻ തെളിച്ച് പറഞ്ഞതിന് കുഴപ്പമില്ല. ഞാൻ നേരത്തെ കാലമാടെന്ന് വിളിച്ചത്. ഒന്ന്, ജോമോൾ കാണിച്ച അസാധ്യ ധൈര്യം. 2, ജോമോൾ കാണിച്ച അസാധ്യ മണ്ടത്തരം. ഇത് മണ്ടത്തരവും ബുദ്ധിയും തമ്മിലുള്ള. എനിക്ക് മണ്ടത്തരമാണെന്ന് എനിക്ക് അന്ന് പോയില്ല. കാരണം എനിക്ക് എന്തിലോ ഒരു ശക്തിയിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, എനിക്ക് എന്നെ തന്നെ വിശ്വാസം. ഇത് കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നു ചെറുപ്പകാലത്തല്ലേ, എനിക്ക് തോന്നുന്നു ചിലപ്പോ. ഇത് ഞാൻ അതല്ല, ഭ്രാന്തുള്ളവർക്ക് ഒന്നിനോടും പേടിയില്ല. ഒരു എക്സെൻട്രിസിറ്റി ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടാവുമായിരിക്കും. എന്താ കാരണം വെച്ചാൽ, ഒന്ന് ജാതി മതം സംസ്കാരം എല്ലാം മാറി 10-40 വയസ്സുള്ള ആള്, ഒരു തരത്തിലും ജോമോളുടെ കമ്പോസിഷനുമായിട്ട് ചേരാത്ത ഒരാള്, എങ്കിലും ഒരു വാക്ക് കൊടുക്കുന്നു. ഞാൻ വാക്ക് മാറാറില്ല സാധാരണ. എനിക്ക് അങ്ങനെ ഞാൻ കൊടുത്ത വാക്ക് ഞാൻ വല്ലപ്പോഴും ഒക്കെ വാക്കുകൾ. പക്ഷെ ഇത് ഇങ്ങനത്തെ ഒരു കഥ എന്ന് പറഞ്ഞാൽ ഇത് സിനിമയെ വെല്ലുന്ന. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ 100% എനിക്ക് സത്യം പറഞ്ഞത് കേൾക്കുമ്പോൾ എന്റെ രോമൊക്കെ എഴുന്നേറ്റ്. ഇത്രയും അല്ല ശരിയല്ലേ, കറക്റ്റ് അല്ലേ? എനിക്കിത് സത്യമായിട്ട് എന്നെ ആക്കി പറയുന്നതാണോ? സത്യമായിട്ടല്ല. ഈ പിള്ളേരൊക്കെ ത്രില്ലടിച്ചിരിക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമുക്ക് ജോമോളുടെ ഈ ധൈര്യത്തിന് നമ്മൾ കൈ കൊടുക്കണ്ടേ? പക്ഷേങ്കിൽ ഇത് നിങ്ങൾ മാതൃകയാക്കേണ്ട കാര്യമില്ല. ഇതിൽ ലോട്ടറി അടിച്ചു. ഇത് ഒന്ന് മാറിയിരുന്നെങ്കിൽ ഒരു ദുരന്തമാവുമായിരുന്നു. കാരണം ചില കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് അറിവും പാടില്ല, ചില കാര്യങ്ങളെ കുറിച്ച് ഒട്ടും അറിവില്ല, കുറച്ച് മതി. ഇപ്പൊ ഡോക്ടേഴ്സ് ഇപ്പൊ എനിക്കൊരു അസുഖം വന്ന അല്ലെങ്കിൽ വേറെ ആർക്ക് ഒരു അസുഖം വന്ന നമ്മൾ ബേസിക് സിംറ്റംസ് കാണുമ്പം തലവേദനയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ നമ്മൾ അങ്ങ് പോകും. ഒരു തലവേദന. പക്ഷേ നമ്മുടെ സിംറ്റംസ് കാണുമ്പോൾ ഒരു ഡോക്ടർക്ക് അറിയുന്നത് തലവേദനയല്ല, അതിൽ കൂടുതൽ വല്ലതും ഉണ്ട്, അതിൽ കൂടുതൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ശരിയല്ല. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് വലിയ വിവരമില്ലാത്തത് കൊണ്ട് നമുക്കതിന് ഒരു ടെൻഷനും ഇല്ല. അതുപോലെയായിരുന്നു എനിക്ക് വലിയ വിവരം ഇതിനെക്കുറിച്ച്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ഒരുപക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. എന്നുവെച്ചാൽ സാധാരണ ഇതിൽ ഇങ്ങനെയുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേര് കബളിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരുപാട് പേര് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതെ. രണ്ടാമത്തെ കാര്യം, ഇതൊരു ദുരന്തമായി കലാശിച്ചിരുന്നെങ്കിൽ അത് താങ്ങാനുള്ള ശക്തി ചിലപ്പോൾ ഞാൻ ഇന്ന് ഈ ലോകത്തുണ്ടാവില്ല. നമുക്ക് ജോമോളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി മോളിൽ പോകേണ്ടി വന്നേനെ. ഈ ദേവി ജംഗ്ഷന്റെ സെറ്റൊക്കെ എടുത്ത് അങ്ങോട്ട് പോകാൻ പറ്റില്ല, വലിയ പാടായിരുന്നു. പക്ഷെ ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജോമോള് തന്നെ ഒരു സിനിമയാക്കണത്. സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു. ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പലരും ഉറങ്ങി തുടങ്ങി. ഇല്ലല്ലോ, ഉറങ്ങിയില്ല, ആൾക്കാർ ത്രില്ലടിച്ചിരിക്കുക. അവര് ജോമോൾ ട്രാൻസ്ലായ പോലെ തന്നെ അവരും അല്ല. പക്ഷെ അത് ഞാൻ അനുഭവിച്ചതാണ്. ആ ഒരു മിനിറ്റ് സിനിമയിൽ കാണുമ്പോഴൊക്കെ നമുക്ക് അവിശ്വസനീയം, ഇത് എക്സാജറേറ്റ് ചെയ്യുന്നതാണ് റൈറ്റർ എന്നൊക്കെ തോന്നും. പക്ഷെ അല്ലായിരുന്നു. ഞാൻ അല്ലെങ്കിൽ ഫിസിക്സ് ഓർ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ഞാൻ ഒരു സ്പാറ്റുല എടുക്കേണ്ട ഞാൻ എങ്ങനെ പ്രിൻസിപ്പളുടെ റൂമിലെത്തി. ജോമോൾ ഇതൊക്കെ കഴിഞ്ഞു. നമ്മൾ ഒന്നും ഫോർവേഡ് പോയി കഴിഞ്ഞാൽ ജോമോൾക്ക് പെട്ടെന്നൊരു വരനാണ്, ഒരു ചെറുപ്പക്കാരനാണ് എന്ന് ബോധ്യമായി. എല്ലാം സംസ്കാരജിത്തനാണ്, വിദ്യാഭ്യാസമുണ്ട്, തൊഴിലുണ്ട്, സൗന്ദര്യമുണ്ട്, എല്ലാമായി, സന്തോഷമായി, ഒരു എക്സൈറ്റ്മെൻറ്റായി. എങ്കിലും ജോമോൾ അവിടെ വീണ്ടും ഒരു ഡേഞ്ചർ പാതയിലേക്ക് പോയി. എന്താ കാരണം? ഒരു ഒളിച്ചോട്ടം. കറക്റ്റ്. ഇന്നും ഞാൻ ചില സമയത്ത് ജെറ്റ് എയർവേസ് കാണുമ്പോൾ ജോമോളുടെ മുഖം എനിക്ക് ഓർമ്മ വരും.
അന്ന് എയർ ഇന്ത്യ ആയിരുന്നു. എയർ ഇന്ത്യയിലായിരുന്നു പോയത്. ഇന്റർനാഷണൽ ഫ്ലൈറ്റ്. ഇന്റർനാഷണൽ ഫ്ലൈറ്റ്. ഷാർജയിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റ്. ഈ സുരേഷ് ഗോപി പിടിച്ചു വെച്ചിരുന്നെങ്കിലോ പോലീസ് സ്റ്റേഷനിൽ? നിങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു? ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. പക്ഷെ എൻ്റെ ചന്തുവിൻ്റെ മനസ്സിലുണ്ടായിരുന്ന കോൺസെപ്റ്റിലേ അല്ലായിരുന്നു ഇങ്ങനത്തെ ഒരു വിവാഹം. കാരണം എനിക്കറിയാമായിരുന്നു ഇത് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, വീട്ടിൽ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ സമ്മതിക്കില്ല. ഒരു ചാൻസ് എടുക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു എൻ്റെ ലൈഫിൽ. സമ്മതിച്ചില്ല എങ്കിൽ വാട്ട് ഈസ് നെക്സ്റ്റ്? പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, എന്നെ അകറ്റും, അങ്ങനെ ഒരു ഉണ്ടല്ലോ പ്രേമം. വീട്ടിൽ ഇന്നത്തെ പോലെ ബ്രോഡ് മൈൻഡഡ് ചിലപ്പം ആയിരുന്നിരിക്കാം എനിക്ക്. പക്ഷേ എൻ്റെ ലൈഫ് വെച്ചിട്ട് എനിക്കൊരു ചാൻസ് എടുക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇല്ല, എനിക്കതൊരു നിങ്ങളല്ല ഞാൻ അപ്പം ആദ്യം ഞാൻ പറഞ്ഞു, സി നമുക്ക് ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ടുള്ള ഒരു കല്യാണം പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഹി വാസ് അഗൈൻസ്റ്റ്. ഹി സെഡ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് പിരിയാം. അങ്ങനെയല്ല, എൻ്റെ കോൺസെപ്റ്റിൽ അങ്ങനെയല്ല. ഒരാളെ വിഷമിപ്പിച്ചിട്ടുള്ള കല്യാണമൊന്നും അങ്ങനെ പറ്റില്ല. കാരണം എൻ്റെ വീട്ടിൽ എനിക്കൊരു സിസ്റ്ററുണ്ട്, എനിക്കങ്ങനെ പറ്റില്ല. കാരണം പുള്ളി കണ്ടിരിക്കുന്ന ആളുകളും പുള്ളി വളർന്നു വന്ന സാഹചര്യങ്ങളും പുള്ളി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളും വളരെ ഓപ്പൺ ആണ്. എന്തുകൊണ്ട് കല്യാണം കഴിച്ചുകൂടാ? യെസ്, ഇഷ്ടപ്പെട്ടാൽ. പക്ഷേ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഞാൻ ജനിച്ച് വളർന്നതിൽ വെച്ച് എൻ്റെ വിശ്വാസമായിരിക്കും. ഈവൻ നൗ ഐ എം സെയിങ് ദാറ്റ് എൻ്റെ ഒരു വിശ്വാസമായിരിക്കും. അങ്ങനെ ആയിരിക്കില്ല. ചിലപ്പോൾ എൻ്റെ ഡാഡിയോട് മമ്മിയോട് പറഞ്ഞാൽ ചിലപ്പോൾ നടത്തുമായിരിക്കാം, അറിയില്ല. സോ ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് എ ചാൻസ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചു, ഈ മനുഷ്യൻ്റെ അടുത്ത് പറഞ്ഞാലും കേൾക്കില്ല, ഇപ്പം തൽക്കാലം അടി ഉണ്ടാക്കണ്ട, കല്യാണം ആവല്ലേ, അപ്പം ഞാൻ വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം എന്ന് വിചാരിച്ച് ഞങ്ങളുടെ കോട്ട്ഷിപ്പ് പീരീഡ് അങ്ങനെ പോയി. കോട്ട്ഷിപ്പ് പീരീഡ് എന്ന് പറഞ്ഞാൽ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വല്ലപ്പോഴും പോർട്ടിൽ വരുന്ന സമയത്ത് ഫോൺ ചെയ്യും. അപ്പം എനിക്കൊരു ഫോൺ ഉണ്ടായിരുന്നു. അത് എൻ്റെ വീട്ടിലൊരു പഴയ ഫോണിൽ ഒരു നമ്പർ എടുത്തിട്ട് ഞാൻ ഫോൺ ചെയ്യുമായിരുന്നു. അന്ന് ഇൻകമിങ് കോളിനും ഭയങ്കര ചാർജ് ഉള്ള സമയമായിരുന്നു. അപ്പം എനിക്ക് അങ്ങനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇപ്പം ഇന്നത്തെ പോലെ ഇപ്പം ഞാൻ വീട്ടിൽ കൊടുക്കുന്നു, എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് വാങ്ങുന്നു. അല്ലാതെ എനിക്കിപ്പോൾ എൻ്റെ ബില്ല് പ്രീപെയ്ഡ് കണക്ഷനാണ്. എല്ലാ ആഴ്ചയും 2 ആഴ്ചയും കൂടെ 5000 രൂപയുടെ ബില്ല് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതെനിക്ക് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ കാശ് എനിക്ക് കിട്ടുന്നതെല്ലാം ഞാൻ സേവ് ചെയ്യും. എനിക്ക് വീട്ടിൽ നിന്ന് പോക്കറ്റ് മണികളെല്ലാം തരും. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ 1000, 2000, 3000 ഒക്കെ തരും. ഞാനത് ചിലവാക്കാതെ അതിങ്ങനെ കൊടുക്കും. പിന്നെ ഒരു സമയമായപ്പോഴത്തേക്കും ഞാൻ ചന്തുവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ബില്ല് കൊടുക്കാൻ പറ്റുന്നത്, കാരണം എനിക്കെല്ലാം ഇൻകമിങ് കോളാണ്, ഇൻകമിങ്ങിന് വന്ന ചാർജസ് ഉണ്ട്. സോ അപ്പം എനിക്ക് എന്ത് രീതിയിൽ എനിക്ക് കാശ് ഇപ്പം എനിക്ക് എന്ത് പറഞ്ഞ് ചോദിക്കാൻ പറ്റും. അപ്പം ചന്തു ആയിരുന്നു എൻ്റെ ബില്ല് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ചന്തുവിന് മനസ്സിലായി ചന്തുവിൻ്റെ ഫോൺ ബില്ലും എൻ്റെ ഫോൺ ബില്ലും കൊടുക്കുന്നതിലും ഭേദം കല്യാണം കഴിക്കുന്നതാണ്. ടെലികോം കമ്പനി, സത്യം ബോർഡ് അന്ന് ഓറഞ്ച് ആയിരുന്നു. ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്, സർവീസ് പ്രൊവൈഡർ ആയിരുന്നു. അന്ന് പുള്ളി ഉണ്ടായിരുന്നു. പുള്ളിയുടെ 20,000 എങ്ങാണ്ട് അന്ന് ബില്ല് വരുമായിരുന്നു. എൻ്റെത് ഇങ്ങനെ വരുമായിരുന്നു. അങ്ങനെ കല്യാണം ഇപ്പം പറഞ്ഞു ഞാൻ വന്നു. അന്ന് ഞങ്ങൾ കണ്ടല്ലോ, കോളേജിൽ നിന്ന് കണ്ടു. 1 മാസം 2 മാസം കഴിഞ്ഞ് പിന്നെ പുള്ളി വീണ്ടും ഷിപ്പിൽ പോയി. ഷിപ്പിൽ പോയിട്ട് തിരിച്ച് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഞാൻ വീട്ടുകാരുമായിട്ട് വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ വെച്ചു ഓക്കെ, അടി ഉണ്ടാക്കുന്നില്ല, ആ സമയമാകുമ്പോൾ പറയാം, ശരി എന്ന് ഞാനും പറഞ്ഞു. അങ്ങനെല്ലാം കഴിഞ്ഞ് പുള്ളി നാട്ടിലെത്തി ഡിസംബറിലാണ് നാട്ടിലെത്തുന്നത്. ഡിസംബറിൽ നാട്ടിലെത്തി വന്നു, ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഓക്കെ ശരി, എന്നാണ് കൺവീനിയൻ്റ് ഡേറ്റ്, ഞാൻ വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു ശരി, നമുക്ക് ഒരു കാര്യം ചെയ്യും, ന്യൂ ഇയറിന് അന്ന് ഏകദേശം എനിക്ക് അതുവരെ അപ്പോയിൻമെൻറ്റ്സും എൻ്റെ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഒരു 30-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും വന്നു, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ചന്തു ഓൾറെഡി വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് പ്രശ്നമില്ല. ഇല്ല, ചന്തു ഓൾറെഡി അവർക്ക് പ്രശ്നമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ അമ്മയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയി. കാരണം ടു ബി ഓണസ്റ്റ് ചന്തുവിന് എനിക്ക് ഈ ഷിപ്പില് രണ്ടാമത് പോയ ഷിപ്പില് ഇമെയിൽ ഇല്ലായിരുന്നു. അപ്പം നമ്മൾ എഴുതിയ ലെറ്റർ എന്താ പറയാ കൈകൊണ്ട് എഴുതണമായിരുന്നു. അല്ല വെച്ചാൽ ഞാൻ ടൈപ്പ് ചെയ്തിട്ട് അമ്മയ്ക്ക് അയക്കും എൻ്റെ പ്രേമലേഖനം. അമ്മ അത് നോക്കിയിട്ട് അമ്മ എഴുതും പേപ്പറിൽ എഴുതിയിട്ട് അമ്മ കൊണ്ടുപോയി കമ്പനിയിൽ അമ്മ കൊണ്ടുപോയി അത് അവർ കമ്പനിയിലേക്ക് പോസ്റ്റ് ചെയ്യും, കെയർ ഓഫ് വെച്ച് എന്നിട്ട് അത് ഷിപ്പിലോട്ട്, പിന്നെ അടുത്ത മെയിൽ പോകുമ്പോൾ അത് ഷിപ്പിലോട്ട് പോകും. പുള്ളി ഇതുപോലെ ഷിപ്പിൽ നിന്ന് അയക്കും, അമ്മയ്ക്ക് അയക്കും, അമ്മ അത് നോക്കി കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് എനിക്ക് വരും. അങ്ങനെയായിരുന്നു. പിന്നെ അങ്ങ് എഴുത്തിൻ്റെ നമ്പർ കൂടി കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് എഴുതാൻ വയ്യാണ്ട് അമ്മ അത് സ്കാൻ ചെയ്ത് അയക്കും. അപ്പൊ സ്കാൻ ചെയ്ത് അയക്കുമ്പോഴൊക്കെ എനിക്ക് ഞാൻ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അപ്പം സ്കാൻ ചെയ്ത് അയക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ
US ഒരു ഷോ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എവിടെ ചെന്നാലും എനിക്ക് ഇന്റർനെറ്റ് ആക്സസ് കിട്ടിയില്ലെങ്കിൽ എനിക്കെന്തോ ഈ എന്താ പറയുക ഭ്രാന്ത് പിടിച്ചതുപോലെ ഒരു അവസ്ഥയായിരുന്നു. എനിക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഏത് വീട്ടിൽ പോലെ എനിക്ക് ആദ്യം ചായയോ കാപ്പി ചോദിക്കുന്നതിന് വരെ ഞാൻ ഇന്റർനെറ്റ് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുക. അപ്പം ഞങ്ങൾ ശ്രീകുട്ടൻ ചേട്ടനുണ്ടായിരുന്നു, ശ്രീകുട്ടൻ ചേട്ടൻ്റെ വൈഫ് അനുചേച്ചി, ഞങ്ങളെല്ലാവരും അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഡിന്നറിനൊക്കെ പോകുമ്പോഴത്തെ ഇന്റർനെറ്റ് ചോദിക്കുമ്പോൾ അപ്പം നോക്കുമ്പോൾ മെയിൽ വന്ന് കാണും, അമ്മ അയച്ചിട്ടുണ്ടാവും. അപ്പം ഞാനിങ്ങനെ മെയിൽ സ്കാൻ ചെയ്തിട്ടുള്ള മെയിലല്ലേ. അപ്പോൾ എല്ലാവരും എൻ്റെ പുറകെ ഒന്ന് ഇങ്ങനെ വന്നേക്ക്, നീ എന്താ എല്ലാ ദിവസവും essay വായിക്കുന്നേ ചോദിക്കും. കാരണം essay പോലെ സ്കാൻ ചെയ്ത് വരുമ്പോൾ എന്താ എല്ലാ ദിവസവും essay വായിക്കുന്നത്? ഞാൻ പറഞ്ഞു ഒന്നുമില്ല, കോളേജിലെ നോട്ട്സാ മാത്രം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വയ്ക്കും. അങ്ങനെയായിരുന്നു. അപ്പം അമ്മയായിരുന്നു ഞങ്ങളുടെ ഇടയ്ക്കുള്ള ഈ ഒരു ഹംസ. അങ്ങനെ അത് കഴിഞ്ഞ് പുള്ളി നാട്ടിലെത്തി, പുള്ളിയോട് വരാൻ പറഞ്ഞു. വീട്ടിൽ നിന്ന് അവിടെ നിന്നെല്ലാം പറഞ്ഞ് അമ്മ അവിടെ നിന്ന് ബോംബെയിൽ നിന്ന് പാക്കറ്റ് ഓഫ് കാജു ബർഫിയും അതിനൊക്കെ കുറേ അങ്ങനത്തെ മിഠായികളെല്ലാം കൊടുത്തു വിട്ട് വന്ന് ചോദിക്കുക. അപ്പം അമ്മ അവരുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ വന്ന് ചോദിക്കുമ്പോൾ എന്തായാലും സമ്മതിക്കത്തില്ല. സമ്മതിക്കാതിരിക്കുമ്പോൾ ഞങ്ങൾ പേരൻസ് വീണ്ടും വരും, ചന്തുവിൻ്റെ പേരൻസ് വരും, പേരൻസ് ആയിട്ട് വന്ന് ചോദിക്കും. അപ്പം സമ്മതിക്കും. എന്താ സമ്മതിക്കാതിരിക്കാൻ എന്താ ഉള്ളത്? ഒരു കാരണവുമില്ല എക്സെപ്റ്റ് ഫോർ ദ റിലിജിയൻ. ഒരു കാരണമില്ല, അത് സംസാരിച്ചാൽ. അങ്ങനെയാണ് അവരുടെ ഒരു മെന്റാലിറ്റി ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ വന്നു. അങ്ങനെ ചന്തു നാട്ടിൽ ലാൻഡ് ചെയ്തു, ഹോട്ടലിൽ പോയി. ഞാൻ എത്തി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് 31-ാം തീയതി 2002 ഡിസംബർ 31 ഉച്ച കഴിഞ്ഞ് 2 മണി. ഓർമ്മയുണ്ട് എനിക്ക് സമയം, അതുകൊണ്ടാണ്. അവിടെ ആരൊക്കെയോ ശ്വാസമൊക്കെ ഇവിടുന്ന് കേൾക്കാം. അപ്പം വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ എപ്പോഴാണ് ഞാൻ വരണ്ടേ? അപ്പം അന്ന് 2031-ാം തീയതി എൻ്റെ മമ്മിയുടെ അമ്മ, എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ കാറ്ററാക്ട് ഓപ്പറേഷൻ അന്ന് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നാളെ, ഞാൻ പറഞ്ഞു ചന്ദ്രേട്ടാ ഒരു കാര്യം ചെയ്യാം, വീട്ടിൽ വരണ്ട. നീ എന്താ ഇപ്പം അങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞു അല്ല, നടക്കില്ല, നമുക്ക് ഇന്ന് രാത്രി നമുക്ക് തിരിച്ചു, ഞാൻ ഇറങ്ങാൻ വീട്ടിൽ, നമുക്ക് പോവാം. എന്നെ ഒരു ചീത്ത വിളിച്ചു. ഇതിനായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാനിപ്പോൾ തിരിച്ചു പോവാണ്, അതാണ് ഇതാണെന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ കുറേ ചീത്ത വിളിച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്തിട്ട് ഈ മനുഷ്യനെ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അപ്പം എൻ്റെ ഒരു വേറെ ഫ്രണ്ട് ഉണ്ട്, ആ പുള്ളിക്ക് കാര്യം അറിയാം. ആ പുള്ളിയുടെ പേര് എനിക്കിപ്പോൾ പറയാൻ നിവർത്തിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആ പുള്ളിക്കറിയാം. അപ്പം ഞാൻ പുള്ളിയെ വിളിച്ച് പറഞ്ഞു. ആ പുള്ളിയും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കോളിംഗ് കാർഡില്ലേ, പ്രീപെയ്ഡ് കാർഡിൻ്റെ നമ്പേഴ്സ് എല്ലാം എനിക്ക് അന്ന് സ്ക്രാച്ച് ആയിരുന്നല്ലോ, സ്ക്രാച്ച് ചെയ്തിട്ട് കോഡ് അയക്കി അത് നമ്മൾ എൻ്റർ ചെയ്യണം, അങ്ങനെയായിരുന്നു. അപ്പോൾ പുള്ളിയായിരുന്നു എനിക്കത് എടുത്ത് തന്നിരുന്നത്. അപ്പോൾ ചന്തു പുള്ളിക്കാണ് കാശ് കൊടുക്കുന്നത്, അങ്ങനെയായിരുന്നു. അപ്പോൾ പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞു ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. പുള്ളി ഭയങ്കര വലിയൊരാളാണ് കാലിക്കറ്റിൽ. അപ്പോൾ പുള്ളിയെടുത്ത് പറഞ്ഞു ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ, ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി എന്ത് ചെയ്തു, പുള്ളി ചന്തുവിനെ പോയി കണ്ടു. ചന്തുവിനെ ഇൻഫാക്ട് ആദ്യം ചന്തു കോളേജ് വന്നില്ലേ, ആ സമയത്ത് പുള്ളിയോട് ഞാൻ പറഞ്ഞിട്ട് പുള്ളിക്കൊരു പേടിയുണ്ടായിരുന്നു. പുള്ളിയുടെ ഫ്രണ്ടാണ് ഞാൻ. പുള്ളിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇങ്ങനെ ആളുകൾ പറ്റിക്കും എന്നൊക്കെ പറഞ്ഞ് പുള്ളി ആദ്യമേ പോയിട്ട്, ഏറ്റവും ആദ്യം ഞങ്ങൾ കോളേജിൽ വന്ന് കണ്ട് പുള്ളി ആദ്യമേ പോയി ചന്തുവിനെ കണ്ട് വർത്താനം പറഞ്ഞപ്പോൾ മനസ്സിലായി ആൾ ജെന്യുവനാണ്. രണ്ടാമതും പുള്ളി ചന്തുവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു നമുക്കൊരാളെ കാണാൻ പറഞ്ഞു. പുള്ളി ഒരു ലോയറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ പറഞ്ഞു അവൾ പറയുന്നത് കറക്റ്റാണ്. അപ്പം പുള്ളി ആ ലോയർ ഒരു കേസ് വാദിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വന്നു വീട്ടിൽ പറഞ്ഞു, പേരൻസ് സമ്മതിച്ചില്ല, കൊച്ചിനെ മാറ്റി എങ്ങോട്ടോ, ആ പെൺകുട്ടിയെ മാറ്റി. എന്നിട്ട് ഈ പയ്യൻ്റെ പേരിൽ പോലീസ് കേസും ഇട്ടു. അപ്പോൾ ചന്തുവിന് എന്ത് രീതിയിലും അങ്ങനെ പറ്റത്തില്ല, കാരണം പിന്നെ പാസ്പോർട്ട് വേണം, ഷിപ്പിൽ പോകണ്ടല്ലോ, അങ്ങനെ ഒരു ഇത് പറ്റപ്പോൾ പുള്ളിക്ക് ഒരു ചാൻസ് എടുക്കാം. അപ്പോൾ പുള്ളിക്ക് അപ്പോഴാണ് പറഞ്ഞത്, ഇപ്പം ഞാൻ പറഞ്ഞതിൽ എന്തോ ഒരു സീരിയസ്നെസ് ഉണ്ടെന്ന് പുള്ളിക്ക് മനസ്സിലായി. അപ്പോൾ പുള്ളി തിരിച്ചൊരു 6:30-7 മണിയപ്പോൾ ഇനി എന്താണ്, അപ്പം ഇതൊന്നും ആയിരുന്നില്ല എൻ്റെ വീട്ടിൽ, ഇനി എന്തായിരിക്കും അവസ്ഥ, എൻ്റെ വീട്ടുകാരോടും നീ എനിക്ക് പറഞ്ഞ് മനസ്സിലായി, സാരമില്ല, ഐ വിൽ മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് എന്ന് ചന്തു വീട്ടിൽ വിളിച്ച് പറഞ്ഞു തോന്നുന്നു ചന്തുവിനെ. അപ്പം ഞാൻ പറഞ്ഞു അന്ന് പാതിരാ കുർബാനയുണ്ട് 31-ാം തീയതി, ഞാൻ പോയിട്ട് തിരിച്ചു വരും, ഒരു 12:30-1 മണിയാകുമ്പോൾ തിരിച്ചു വരും. 2 മണിയൊക്കെ ആകുമ്പോഴത്തെ എല്ലാവരും ഉറങ്ങും, ഞാൻ 2 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാം. അപ്പം എന്നെ വിളിക്കാൻ വരണം ആ സമയത്ത്. എന്നിട്ട് അന്ന് 8:30-ക്ക് ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഉണ്ട്, ഷാർജയെന്നോ എവിടുന്നോ വരുന്ന, ടു ബോംബെ. ഇതൊക്കെ ജോമോൾ കണ്ടുപിടിച്ചു വെച്ചു? അല്ല, 8:30-ക്ക് ഒരു ഫ്ലൈറ്റ് ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്തിട്ടുണ്ട്, അപ്പോൾ എനിക്കറിയാം. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഫ്രണ്ട് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ കോളേജിൽ നിന്ന് ഞാൻ പറഞ്ഞു ബൂബു എന്ന് പറഞ്ഞാൽ, ബൂബുന്ന് അച്ഛൻ്റെ ഓഫീസിൽ വിളിച്ചിട്ടാണ് ഞാനത് കണ്ടുപിടിച്ചത്. 8 മണിക്കുണ്ടെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ എൻ്റെ സൗണ്ട് മനസ്സിലായില്ല, അങ്ങനെ അപ്പം 8 മണിക്ക് 8:30-ക്കുണ്ട് ഫ്ലൈറ്റ്. അപ്പം ഞാൻ ടിക്കറ്റ് എവിടെ നിന്ന് ടിക്കറ്റ് എയർപോർട്ടിൽ പോയിട്ട് വാങ്ങണം, ഇനിയിപ്പോൾ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് ഈ ഇൻ്റർനെറ്റിലൂടെ ഒന്നും ബുക്കിംഗ് ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാതിരാ കുർബാന കഴിഞ്ഞു. ഞാൻ പള്ളിയിൽ പോയിട്ട് ഞാൻ ഇപ്പോഴും ആ പള്ളിയിൽ, ദേവഗിരി പള്ളിയിൽ പോയി ഞാനിങ്ങനെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ രൂപത്തിൽ ഞാനിങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞു വല്ലാത്തൊരു കുർബാനയായിരുന്നു, അയ്യോ അത് വല്ലാത്ത കുർബാനയായിരുന്നു. അപ്പം ഞാനിങ്ങനെ രൂപത്തിൽ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഇനി ഏത് കോലത്തിൽ ഏതവസ്ഥയിൽ എന്നെ കാണാം, ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ലായിരിക്കും ഇന്നത്തെ ഒരു ദിവസം, ഞാൻ അറിയില്ല വാട്ട് വിൽ ബി ദ ടേൺ ഓഫ് ഇവന്റ് ആഫ്റ്റർ ദിസ്.
ആൻഡ് ഹൗ മൈ ലൈഫ് വുഡ് ബി എന്ന് എനിക്കറിയില്ല. ജീവിതത്തിൽ ഒരു വലിയ റിസ്ക് എന്ന് യേശു ക്രിസ്തുവിനോട് പറയാണ് എന്ന് ഞാൻ പറഞ്ഞു. ആ മുട്ടുകുത്തിയിരുന്ന സമയത്ത് ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ വരുമോ ഇല്ലയോ എന്നറിയില്ല, വരാൻ പറ്റുമോ, ഞാൻ ജീവിച്ചിരിക്കണോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല, എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല, ഒരു വിശ്വാസത്തിന്റെ പുറത്ത് എന്ന് മാത്രം ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഞങ്ങൾ ഇറങ്ങി 1 മണി 1:30 ആയപ്പോഴത്തേക്കും ഇവരെ വീട്ടിൽ വന്നു. ഡാഡി ജോമോനും കിടന്നു. അപ്പം അന്ന് എപ്പോഴും മമ്മിയാണ് വീട്ടിലെ ഡോറുകളെല്ലാം ലോക്ക് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയി കിടന്നു, ഞാൻ ലോക്ക് ചെയ്തോളാം. ഈ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് കിടക്കുന്ന നമ്മൾ താഴോട്ട് വലിക്കുമ്പോൾ കേൾക്കും സൗണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ലോക്ക് ചെയ്തില്ല, ചെയ്തതിന്റെ ഇടയ്ക്ക് ഒരു പേപ്പർ മാത്രം വെച്ചു, സോ ദാറ്റ് കാറ്റത്തടങ്ങി. ഞാൻ ഭയങ്കര കുറച്ച് ബുദ്ധി കൂടുതലാണ്, നിങ്ങൾ ആരും അത് ഫോളോ ചെയ്യണ്ട കേട്ടോ. അപ്പൊ ഞാൻ അതിനിടയ്ക്ക് ഒരു പേപ്പർ വെച്ചു, കാരണം കാറ്റത്തെങ്ങാൻ ഇനി തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഞങ്ങളുടെ വീട്ടിലെ ലാൻഡ് ഫോൺ നമ്പറിന് എൻ്റെ ഡാഡിയും മമ്മിയും കിടക്കുന്ന റൂമിലും എൻ്റെ റൂമിലും എക്സ്റ്റൻഷൻ ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഡാഡിയും മമ്മിയും കിടക്കുന്ന റൂമിൽ ഫോൺ അങ്ങ് ഊരിയിട്ടു, കേബിൾ ഊരിയിട്ടു. കാരണം രാത്രി 1-ാം തീയതി ആകുമ്പോഴത്തേക്കും അൺവാണ്ടഡ് കോൾ വരും, ആരെങ്കിലും ഒക്കെ വിളിച്ച് വിഷ് ചെയ്യാനൊക്കെ. അപ്പൊ അൺനോൺ കോൾ അവർ പറഞ്ഞില്ല, അവരറിഞ്ഞില്ല ഞാൻ പുറകുന്ന മാറ്റിയത്. അപ്പം അത് വരും. അപ്പം ഞാൻ എന്ത് ചെയ്തു, എല്ലാ റൂമിൻ്റെയും ഇതൊന്ന് മാറ്റിയിടും. ഈ രാത്രി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനൊരു വാലിഡ് റീസൺ ഉണ്ട്, ഇനി അൺനോൺ കോൾസ് രാത്രി വരണ്ട, 1-ാം തീയതി അല്ലേ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയാം. അങ്ങനെ ഞാൻ അതെല്ലാം പതുക്കെ മാറ്റിയിട്ടു. എല്ലാ വാതിലുകളുടെ ഇടയിൽ ഞാൻ ഈ പേപ്പർ കടലാസ് വെച്ചു. എൻ്റെ വീട്ടിലൊരു പട്ടിയുണ്ട്, അൾസേഷനാണ്, 5 കൊല്ലമായിട്ടാണ്. പക്ഷെ ആ പട്ടിക്ക് എന്നെ ഒരു പരിചയമില്ല. കാരണം പട്ടി വരുമ്പോൾ ഞാൻ റൂമിനകത്ത് കയറി കഥ കിടക്കും, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് 5 കൊല്ലം അതാണ്, പട്ടി കൂട്ടിലായിരുന്നു. അപ്പം അത് മാത്രമായിരുന്നു ഒരു ടെൻഷൻ, പട്ടി കുറച്ചാൽ. പിന്നെ എൻ്റെ ഡാഡി കിടക്കുന്ന സൈഡിൽ പട്ടി കുറച്ചാൽ എൻ്റെ ഡാഡി കിടക്കുന്ന സൈഡിൽ ഒരു മാസ്റ്റർ സ്വിച്ച് ഉണ്ട്, ലൈറ്റ്. അത് ഓൺ ചെയ്ത് എൻ്റെ വീട്ടിലെ വെളിയിലെ എല്ലാ ലൈറ്റും കൂടെ ഒറ്റയടിക്ക് തുറക്കും. ആ ഒരു ടെൻഷൻ മാത്രമുള്ള പട്ടി ഒച്ച വെച്ചാൽ. അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് അപ്പം ഞാൻ ആകെപ്പാടെ എൻ്റെ പാസ്പോർട്ടും എൻ്റെ SSLC ബുക്ക് ഇത് മാത്രമേ എടുത്തുള്ളൂ. ഞാൻ ഒരു ഡ്രസ്സ് ഇട്ടു, ഒരു സൽവാർ കമ്മീസ് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ഒരു ലൂസ് നൈറ്റ് ഡ്രസ്സ് എടുത്തിട്ടാണ് ഞാൻ കയറി കിടന്നത്. അപ്പം ചന്തു ഒരു 2-2:30 ആയപ്പോൾ അവർ പുറപ്പെട്ടു. ചന്തു എൻ്റെ ഈ ഫ്രണ്ടാണ് കൊണ്ടുവന്നത്. പുള്ളി വരുന്ന വഴിക്ക് ചന്തു ഞാൻ ഇപ്പോഴും ഞാനല്ല ചന്തുവാണ് പിന്നെയും ടച്ച് വെക്കുക. ഞാനിപ്പം കുറേ ആയി കണ്ടിട്ട്. അപ്പം പുള്ളി കൊണ്ടുവന്നു. ഞാൻ വരുന്ന വഴിക്ക് ചന്തുവിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ജീവിതത്തിൽ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, പക്ഷേ നിനക്കൊരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടും. വരുന്ന വഴിക്ക് നിനക്ക് ഇന്നും ഈ ഒരു അരമണിക്കൂറും കൂടെ ഉണ്ട്, നിനക്ക് തീരുമാനിക്കാൻ വേണോ വേണ്ടയോ. നീ വേണ്ടാന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഐ വിൽ സ്റ്റാൻഡ് ബൈ യു. എനിക്കതിലൊരു വിഷമമുണ്ട് ഓഫ് കോഴ്സ്, പക്ഷെ ഐ വിൽ സ്റ്റാൻഡ് ബൈ യു. കാരണം നീ വളർന്നു വന്ന സാഹചര്യം അതെല്ലാം ഇട്ടിട്ട് വരികയാണ്. അപ്പം യു ക്യാൻ ഡിസൈഡ്. ഞാൻ കണ്ണോടച്ച് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇല്ല, വൺസ് ഐ ഹാവ് മെയ്ഡ് അപ്പ് മൈ മൈൻഡ്, ഐ ഹാവ് മെയ്ഡ് അപ്പ് മൈ മൈൻഡ്. അപ്പം എന്നോട് പറഞ്ഞു ഓക്കെ ശരി, അപ്പം നീ ഒരു കത്ത് എഴുതി വെക്ക്, ദാറ്റ് ഐ എം ഇൻ സേഫ് ഹാൻഡ്സ്, വെയിറ്റ് ഫോർ മൈ കോൾ. അറ്റ്ലീസ്റ്റ് അവർ എഴുന്നേൽക്കുമ്പം ടെൻഷൻ അടിക്കരുത്. ശരി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ റൂമിലെയും ഫോൺ എടുത്ത് മാറ്റി വെച്ചു. എൻ്റെ റൂമിലെ ഡാഡിയുടെ റൂമിലെ എക്സ്റ്റൻഷൻ ഊരി എൻ്റെ റൂമിലെ ഫോൺ എടുത്ത് മാറ്റി വെച്ചു. അപ്പം വീട്ടിൽ ഒറ്റ നമ്പറല്ലേ ഉള്ളൂ, വീട്ടിൽ വിളിച്ചാലും എൻഗേജ് ടോണൊക്കെ കൊടുക്കും. ഈ ഫോണിൻ്റെ അടിയിൽ എൻ്റെ ഈ പേപ്പറും വെച്ചു. ഞാൻ ഈ സംഭവം കഴിഞ്ഞ് ഞാനിങ്ങനെ ഐ എം ഇൻ സേഫ് ഹാൻഡ്സ്, വെയിറ്റ് ഫോർ മൈ കോൾ എന്ന് മാത്രം. ഞാൻ അപ്പം ഇങ്ങനെ എൻ്റെ എല്ലാം ഇരുട്ടാണ്. അപ്പം വീടിൻ്റെ മുൻപിൽ കൂടെ ഒരു കാർ പോകുന്ന ലൈറ്റ് പോകുന്ന കണ്ടു. അപ്പം ഞാനിങ്ങനെ പതുക്കെ എൻ്റെ റൂം മുകളിലായിരുന്നു, മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി. അപ്പം ഞാൻ എൻ്റെ ഡാഡിയുടെ മദറുണ്ട്, മരിച്ചുപോയി 2 കൊല്ലം, അതിന് 2 കൊല്ലം മുൻപ് മരിച്ചുപോയി. ഞാനപ്പം എൻ്റെ മനസ്സിൽ ആ അമ്മച്ചിയോട് ഞാൻ എല്ലാം പറയുമായിരുന്നു. സോ ഐ ഫീൽ ദറ്റ് ഷീ വാസ് പ്രൊട്ടക്ടിങ് മീ. എപ്പോഴും ചന്തുവിൻ്റെ കോൾ അതിൻ്റെ ഇടയ്ക്ക് വിളിക്കുമ്പോഴും ഒക്കെ പിടിക്കപ്പെടാൻ ഒരുപാട് ചാൻസസ് ഉള്ള സമയത്തും പിടിക്കപ്പെട്ടിരുന്നില്ല. അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും പറയുമായിരുന്നു. ഞാൻ ഫോൺ വന്നാൽ ഞാൻ പോയി ഫോൺ, ഞാൻ മനസ്സിൽ പറയും, ഞാൻ പറഞ്ഞില്ല വട്ടിൻ്റെ വേറെ ഒരു രൂപമായിരിക്കാം. അപ്പം ഞാൻ അങ്ങനെ അപ്പം ഞാൻ ആ അമ്മച്ചിയുടെ മുഖത്ത് മാത്രം നോക്കി, ഞാൻ ഡാഡിയുടെ മമ്മിയുടെ റൂമിൻ്റെ മുമ്പിൽ ഒന്ന് പോയി നിന്നു. എന്നിട്ട് ഞാൻ പതുക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ചന്തു അവർ വണ്ടി കുറച്ച് മുൻപോട്ട് പാർക്ക് ചെയ്ത് വന്ന് ചന്തു എൻ്റെ വീടിൻ്റെ പുറകിലോട്ട് വന്നു, വഴിയുണ്ടായിരുന്നു സൈഡിൽ കൂടെ. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നു, ഫോൺ മാത്രമേ ഞാൻ എടുത്തു. ആ ഫോണിന് ഭയങ്കര ലൈറ്റായിരുന്നു, വൈറ്റ് ലൈറ്റുള്ള ഫോണാണ്, നോക്കിയുടെ ഒരു ഫോൺ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വഴി കാണാൻ പറ്റി. അങ്ങനെ ഞാൻ മതിലിൻ്റെ പുറത്ത് കയറി നേരെ ചന്തുവിൻ്റെ കയ്യിലോട്ട് ചാടി. ചന്തുവിൻ്റെ കയ്യിലോട്ട് വീടിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലെടുത്തു, ജസ്റ്റ് ഇൻ കേസ് എനിക്ക് ഫ്രണ്ടിൽ കൂടെ ബാക്കിൽ കൂടെ ഇറങ്ങാൻ പറ്റില്ല, ഫ്രണ്ടിൽ കൂടെ ഇറങ്ങണമെങ്കിൽ വീടിൻ്റെ താക്കോലും ഉണ്ട് ഇറങ്ങി. അങ്ങനെ ഞാൻ താഴോട്ട് ചന്തുവിൻ്റെ കയ്യിലേക്ക് ചാടി. ഞാൻ ഇറങ്ങി ഓടി കാറിൽ കയറി.
കാറിൽ പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ കീ എടുത്ത്, എൻ്റെ കയ്യിലുള്ള കീ എടുത്ത് ഞാൻ വീടിൻ്റെ അകത്തോട്ട് എറിഞ്ഞു, വീടിൻ്റെ ലോണിലോട്ട് എറിഞ്ഞു. അത് അപ്പം എൻ്റെ വീട്ടിലെ പട്ടി കറിച്ചു. ഒരുപാട് ഇല്ല, അതുവരെ അറിഞ്ഞില്ല, കാരണം പുറകിലായിരുന്നു, പട്ടി കൂട്ടിലായിരുന്നു ഫ്രണ്ടിൽ. 2 വരെ ഒരു ചാരും എഴുന്നേറ്റില്ല. ഭാഗ്യം ഞാൻ വണ്ടി കയറി നേരെ എയർപോർട്ടിലേക്ക് പോയി. അപ്പോൾ തൊട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങളാണ്. മറ്റേത് ഷൂട്ടിന് പോകുന്നു, തിരിച്ചു വരുന്നു, ഉദ്ഘാടനത്തിന് പോകുന്നു, തിരിച്ചു വരുന്നു, കോളേജിൽ പോകുന്നു, തിരിച്ചു വരുന്നു. ദർ വാസ് നത്തിങ് ന്യൂ ഇൻ മൈ ലൈഫ്. ഐ ഹാവ് നോട്ട് എക്സ്പീരിയൻസ്ഡ് എനിത്തിങ് എന്താ പറയുക വിച്ച് ഇസ് എനിക്കൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഫീൽ ചെയ്യുന്ന പോലെ ഒന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട്. ഇതിപ്പം ഞാനൊരു വണ്ടിയിൽ എൻ്റെ ഫ്രണ്ട് ചന്തു അങ്ങനെയൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ ട്രാവൽ ചെയ്തിട്ടില്ല. രാത്രി എയർപോർട്ടിൽ പോകുന്നു, ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. എവറി സെക്കൻഡ് വാസ് എക്സൈറ്റിംഗ് ആണോ ടെൻഷൻ ആണോ ഒന്നും അറിയില്ല. കാരണം ഇനി എന്ത് ലൈഫിൽ ഞാൻ തീരുമാനം എടുത്തു, ഇനി തിരിച്ചു പോകാൻ പറ്റില്ല. അങ്ങനെ പോയി ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീട്ടിലോട്ട് വിളിക്കുമ്പോൾ വീടിൻ്റെ നമ്പർ എൻഗേജ്, ആരും എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇപ്പോഴും ഓർമ്മയുണ്ട്, മലപ്പുറത്ത് പോയി, കരിപ്പൂരാണല്ലോ എയർപോർട്ട്, മലപ്പുറത്ത് പോയി, സമയം നേരത്തെയാണ്. അപ്പം മലപ്പുറത്ത് പോയി കയറി കട്ടൻ കാപ്പി കുടിച്ചു ഞങ്ങളെല്ലാവരും. അന്നേരം എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ടെൻഷനുണ്ട്. അങ്ങനെ ഞാൻ എന്നിട്ട് ഇപ്പോഴും അവൻ്റെ വണ്ടിയിൽ ഞാൻ എൻ്റെ നൈറ്റ് ഡ്രസ്സ് ഊരി വെച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞു എനിക്ക് ആ നൈറ്റ് ഡ്രസ്സ് എങ്ങനെ വീട്ടിൽ കൊണ്ടുപോയിട്ട്, പെണ്ണിൻ്റെ നൈറ്റ് ഡ്രസ്സ് അല്ലേ, അതെവിടെ കൊണ്ട് വെച്ചതും എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. എന്നിട്ട് പുള്ളി, അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സ് ഓൾറെഡി അകത്തിട്ടിട്ടുണ്ട്, ഞാൻ നൈറ്റ് ഡ്രസ്സ് ഊരി അവിടെ വെച്ചു. പുള്ളി ഞങ്ങൾ ഈ എയർപോർട്ടിലെത്തി കഴിഞ്ഞ് ചന്തു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവർ പറഞ്ഞു 2 ഇൻഡിവിജ്വലാണ്, ഒരു റിലേഷനും ഇല്ല, നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് വന്നിട്ട് ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ചന്തുവിന് എൻ്റെ പേരിലും കൂടെ വന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല, അവർക്ക് ആളെ അറിയണം എന്ന് പറഞ്ഞു. അപ്പം എന്ന് പറഞ്ഞു, ശരി എന്ന് പറഞ്ഞു. അപ്പോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ സമയമില്ല, കുറച്ചും കൂടെ സമയം കഴിഞ്ഞാൽ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചന്തു വീണ്ടും പോയി എന്തോ ആവശ്യത്തിന് പുള്ളിയുടെ ടിക്കറ്റ് വാങ്ങിച്ചു. എനിക്ക് ടിക്കറ്റ് വാങ്ങാനുള്ള കാശ് പുള്ളി പറഞ്ഞു നമ്മൾ 2 പേരും 2ആയിട്ടാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് ടിക്കറ്റ് വാങ്ങാനുള്ളതുമായിട്ട് കുറച്ച് കാശ് എൻ്റെ ഒരു ബാഗിൽ തന്നു. പുള്ളിയുടെ ഒരു ബാഗ് എനിക്കും തന്നു, ഒരു എയർ ബാഗ്, കാരണം എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ അതിനകത്തോട്ട് പുള്ളി കാശ് വെച്ച് തന്നു. എന്നോട് പറഞ്ഞു പോയി നീ ടിക്കറ്റ് വാങ്ങാം എന്ന് പറഞ്ഞു. ഞാൻ ഓർത്തില്ല എൻ്റെ ID പുള്ളിയുടെ കയ്യിലായിരുന്നു. എൻ്റെ പാസ്പോർട്ടും SLC ബുക്കും പുള്ളിയുടെ വണ്ടി കയറിയുണ്ട്, പുള്ളിയുടെ കയ്യിൽ കൊടുത്തു. പുള്ളി പോയി ടിക്കറ്റ് വാങ്ങി വരുന്ന സമയത്ത് വന്നു കഴിഞ്ഞ് വണ്ടിയിൽ കയറി അങ്ങ് ഇരുന്നിട്ട് അങ്ങ് താഴോട്ട് ഇങ്ങനെ നോക്കിയിരുന്നു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? നിൻ്റെ വീട്ടിലെ ഫോൺ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മനസ്സിലായി ആരോ എഴുന്നേറ്റു, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഫോൺ അടിക്കില്ല. അപ്പം മനസ്സിലായി ആളറിഞ്ഞു ഞാനില്ല എന്നത്, കാരണം എൻ്റെ റൂമിലെ ഫോണാണ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ജോമോളുടെ മുറിയിൽ വന്നാൽ മാത്രമേ ആ ഫോൺ റിസീവർ ക്രെഡിൽ വെക്കാൻ പറ്റൂ, തിരിച്ച് വെക്കാൻ പറ്റും. എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് മദറിന് കാറ്ററാക്ട് ഓപ്പറേഷൻ ആയിരുന്നല്ലോ. അപ്പം മമ്മിക്ക് പോകാൻ പറ്റിയില്ലേ എന്തോ, രാത്രിയായപ്പോൾ മമ്മി ഉറങ്ങി എന്തോ എഴുന്നേറ്റ്, മമ്മിക്ക് അൺഈസി ആയിട്ട് തോന്നി, ചെറിയ വിഷമം മനസ്സിൽ. അമ്മച്ചി എന്തോ ഓപ്പറേഷൻ്റെ എന്തോ കാറ്ററാക്ട് ആണെങ്കിൽ പോലും മമ്മിക്ക് എന്തോ ഒരു വിഷമം. അങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ ഫോണ് ഇതായിരുന്നു, ഒരു മമ്മിയുടെ റൂമിൽ അവരുടെ ഫോണ് കണക്ഷൻ ഊരിയിട്ടിരിക്കുന്നു, മറ്റേ ഫോൺ എടുത്തപ്പോൾ എൻഗേജ്ഡ് ആണ്. അപ്പം മമ്മി എന്നെ വന്ന് വിളിക്കുക, ഓക്കെ നിൻ്റെ ഫോൺ നീ എടുത്ത് മാറ്റി വെച്ച് കാണും, തിരിച്ചു വെക്കുക, എനിക്കൊന്ന് അമ്മച്ചിയെ വിളിക്കണം, ഹോസ്പിറ്റലിൽ വിളിച്ച് സംസാരിക്കണം എന്ന് പറയാൻ വേണ്ടി വന്നപ്പോഴാണ് ദീം തരികിടുത്തോ വീട്ടിൽ റൂമിൽ ആരുമില്ല, ഫോൺ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന. അതായിരുന്നു അവരുടെ മനസ്സിലൂടെ എന്ത് പോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ടെൻഷൻ അടിക്കാൻ തുടങ്ങി. കാരണം സമയം 5:30 8:30 ഫ്ലൈറ്റ് ഉള്ളൂ, 8 മണിക്കേ ഫ്ലൈറ്റ് ഉള്ളൂ. 6:30 2.5 മണിക്കൂർ ഞാൻ എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് കിടക്കും എന്ന് എനിക്കറിയില്ല. ആൻഡ് ഈ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറില്ലല്ലോ, നമ്മൾ ട്രാവൽ ചെയ്യാറില്ല. ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ പേരൻസിൻ്റെ കൂടെ ട്രാവൽ ചെയ്യാം. ഞാൻ എന്ത് പറഞ്ഞ ഈ ഒരു ഗോഡ് ഫോർസേക്കൺ ടൈമിൽ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യും. പുള്ളി പോയി ടിക്കറ്റ് എടുത്തു, ഞാൻ ചെന്ന് കഴിഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോൾ എന്നെ ആകെപ്പാടെ ഒരു ഡ്രസ്സ് മാത്രമേ നല്ല ഡ്രസ്സുള്ളൂ, മുഖത്തൊക്കെ മേക്കപ്പോ ഒന്നുമില്ല, ഭയങ്കര ഒരു ക്ഷീണിച്ചല്ലോ. എന്ത് പറ്റി ഈ സമയത്ത് എന്ന് ചോദിച്ചു അവിടുത്തെ പരിചയമുള്ള ആളുകളാണ്. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്കിന്ന് വൈകുന്നേരം ഒരു പ്രോഗ്രാം ഉണ്ട് ബോംബെയിൽ, അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ 1-2 കാര്യങ്ങൾ കൊണ്ട് എനിക്ക് റിഹേഴ്സലൊന്നും പറ്റില്ല, അപ്പം ഞാൻ മോർണിംഗ് ഫ്ലൈറ്റിന് തന്നെ പോവുകയാണ്, എൻ്റെ പേരൻസ് വഴിയെ വരും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞപ്പം ഞാനങ്ങ് പോയി. ആരും എന്നോടൊന്നും പറഞ്ഞില്ല, കാരണം ഞാൻ അന്ന് ജനുവരി ഒഫീഷ്യലി 21 വയസ്സ് തികഞ്ഞു. അപ്പം ഞാൻ കയറി, എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്ത് പറ്റി ഇതേ സമയം എല്ലാവരും ചോദിക്കണു, ഞാനിതേ എക്സ്ക്യൂസ് തന്നെ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ് സെക്യൂരിറ്റി കഴിഞ്ഞ് അവിടെ ഇരിക്കുക. അപ്പോൾ അവിടെ 2 മറാഠി ഓഫീസേഴ്സ് ഉണ്ട് എയർപോർട്ടിനകത്ത്, എയർ ഇന്ത്യയിൽ. അവരുടെ അടുത്ത് എൻ്റെ ഹസ്ബൻഡ് മറാഠി നന്നായിട്ട് അറിയാം. അവരുടെ അടുത്ത് മാത്രം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഞങ്ങൾ ഒളിച്ചോടുകയാണ്, ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണ്. അതിനാണ്. അപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് ഓക്കെ നോ പ്രോബ്ലം ഗുഡ് ലക്ക് എന്ന് പറഞ്ഞാൽ അവരും വിട്ടു. അവർ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഓഫീസേഴ്സ് ആയിരുന്നു. അപ്പോൾ അവരും CISF കാരും. അപ്പോൾ അവരോടും പറഞ്ഞ് അവിടെ ചെന്ന് ഞങ്ങൾ
സെക്യൂരിറ്റി കഴിഞ്ഞിരുന്നു. അതാണ് തമാശ. സെക്യൂരിറ്റി കഴിഞ്ഞിരുന്നിട്ട് ഇത് ഐ തിങ്ക് ബോംബെന്ന് പിന്നെയും ഇന്റർനാഷണൽ പോകുന്ന ഫ്ലൈറ്റ്, വേറെ ഏതോ ഒമാനോ എവിടെയോ പോകുന്ന ഒരു ഫ്ലൈറ്റ്. അപ്പോൾ ഫുൾ ആയിട്ട് ആളുകളുണ്ട്, ആണുങ്ങൾ കുറേ പേരുണ്ട് ഈ ഗൾഫിലേക്ക് പോകുന്നവർ. അപ്പോൾ ഒരറ്റത്ത് ഞാനിരിക്കുക, കാരണം ഞങ്ങൾ തമ്മിൽ പരസ്പരം ഒരു പരിചയമില്ല. ഫ്ലൈറ്റ് കയറുന്നവരെ പരിചയം പാടില്ല. അയ്യോ ഭയങ്കര അഭിനയമായിരുന്നു. ആ അഭിനയൊക്കെ ആയിരുന്നു നാച്ചുറൽ അഭിനയം. ഇതൊന്നല്ല, ഞാൻ റിയൽ ലൈഫിൽ എത്ര നന്നായി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് ഞാൻ ഒരറ്റത്തിരിക്കുക, ഇവരൊക്കെ ഇരിക്കുക, അപ്പുറത്ത് പുള്ളി ഇരിക്കുക. അപ്പം ഞാൻ വന്നതുകൊണ്ട് ഈ ആളുകളൊക്കെ എന്നെ നോക്കുന്നുണ്ട്, വന്ന് വർത്താനം പറയുന്നുണ്ട്. എനിക്ക് വർത്താനം പറയാൻ ഒരു മൂടുമില്ല. അപ്പോൾ ഇവരുടെ അടുത്ത് ഞാൻ വർത്താനം പറയുന്നു. അങ്ങനെ അപ്പം ഇവർ നോക്കുമ്പോൾ ഈ ഒരു പുള്ളി മാത്രം എന്നെ നോക്കുന്നില്ല. ആണ് പുള്ളി വിചാരിച്ചത്. ബാക്കിയുള്ളവർ വിചാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലായിട്ടില്ല ആരാണെന്ന്, ഈ വ്യക്തിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടില്ല. കാരണം ഈ പുള്ളി പിന്നെ കോൾ വരും, അപ്പോൾ വീട്ടിൽ നിന്ന് കോൾ വരുന്നു, വേറെ ഫ്രണ്ട്സിൻ്റെ അവിടെ നിന്ന് കോൾ വരുന്നു. കാരണം അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ പുള്ളി ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ സംസാരിക്കുന്നത്. അപ്പം അടുത്ത നാൾ പിന്നെ എന്നോട് പറഞ്ഞ ഇങ്ങനെ തോന്നിട്ട് പറഞ്ഞു, അവർക്ക് മലയാളത്തിൽ സംസാരിക്കാൻ പറ്റില്ല, കാരണം പുള്ളി മലയാളത്തിൽ സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. യു നോ എന്ന് വെച്ചപ്പോൾ ചന്ദ്രൻ യെസ് ദാറ്റ് ഗേൾ. അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ നോക്കിയിട്ട് യെസ് മലയാളം ആക്ട്രസ്. ഓ ഓക്കെ, നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്, ആക്ട്രസ്. ഓ വെരി ഗുഡ്. എന്നിട്ട് പുള്ളി മൈൻഡ് ചെയ്യാതെ പുള്ളി ഇരുന്ന ഫോണിൽ സംസാരിച്ചു. അങ്ങനെ 8 മണി എന്നുള്ള ഫ്ലൈറ്റ് അരമണിക്കൂർ ലേറ്റ് 8:30 ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്തപ്പോൾ ഇവരെല്ലാവരും പോയി ബോർഡ് ചെയ്തു. ബോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നടന്ന് ഫ്ലൈറ്റിൽ കയറി. അപ്പോഴാണ് ഇവർ കാണുന്നത് ഞങ്ങൾ ഒരുമിച്ച് നടന്നത്. അപ്പം എൻ്റെ സീറ്റ് ഫ്രണ്ടിലും എൻ്റെ തൊട്ട് പുറകിലത്തെ സീറ്റായിരുന്നു ചന്ദുവിന്. അപ്പം എയറോസിന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒളിച്ചോടുകയാണ്, ഇന്ന് ഞങ്ങളുടെ കല്യാണം. പുള്ളി എല്ലാവരുടെ അടുത്ത് പോയി. പുള്ളി ഭയങ്കര ഓപ്പൺ മൈൻഡാണ്. പുള്ളി പറഞ്ഞു പറഞ്ഞു പോകുന്നത് ഞങ്ങളുടെ കല്യാണമാണ് എന്ന്, ഞങ്ങള് എന്താ പറയാ ഒളിച്ചോടുകയാണ്, ഞങ്ങൾ ഒരുമിച്ചിരുന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ആയിരുന്നു, നോ പ്രോബ്ലം എന്ന്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്ത സമയത്താണ് ഞാൻ ബോംബെ ലാൻഡ് ചെയ്തു. ബോംബെ ലാൻഡ് ചെയ്തപ്പോഴും ഞങ്ങൾ രണ്ടായിട്ടാണ്, ഞാൻ വേറെ വണ്ടിയിലും പുള്ളി വേറെ. ലാൻഡ് ചെയ്ത ഉടനെ ഞാൻ വെറുതെ ഫോൺ ഓൺ ചെയ്തപ്പോൾ വീട്ടിൽ നിന്ന് ഫോൺ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം തന്നെ സമയം 10 മണി എന്തോ ആയി. വീട്ടിൽ നിന്ന് ഫോൺ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം സുരേഷേട്ടൻ്റെ ഫോണൊക്കെ വരുന്നുണ്ട് എൻ്റെ നമ്പറിലേക്ക്. അപ്പം ഞാൻ വേഗം ഞാൻ എഴുതി ഐ എം ഇൻ മദ്രാസ്, വെയിറ്റ് ഫോർ മൈ കോൾ. ഞാൻ ബോംബെയിൽ ലാൻഡ് ചെയ്തപ്പോഴാണ് ഞാൻ മദ്രാസ് എന്ന് പറഞ്ഞു എഴുതി. അതാണ് സുരേഷേട്ടൻ ആ എയർപോർട്ടിലെല്ലാം വിളിച്ചിട്ട് ബ്ലോക്ക് ചെയ്തത്. എന്നുവെച്ചാൽ മദ്രാസ്. ഇനിയിപ്പോൾ എയർപോർട്ട് വഴിയാണോ ഞാൻ ഇറങ്ങുന്നത് അതോ റെയിൽവേ സ്റ്റേഷൻ വഴിയാണോ ഇറങ്ങണോ ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ ഐ എം ഇൻ മദ്രാസ് എന്ന് പറഞ്ഞപ്പോൾ അതാണ് സുരേഷേട്ടൻ പറഞ്ഞത്. അവിടെയെല്ലാം വിളിച്ച് ബ്ലോക്ക് ചെയ്ത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ജീവിതത്തിന്റെ ആ ആകുലതകളൊക്കെ പിന്നീട് കല്യാണം കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പം ഒരുപക്ഷെ വേണമെങ്കിൽ ഒരു പെൺകുട്ടി വിചാരിക്കാം അവിടെ ചെന്ന് കയറുമ്പോൾ വേണമെങ്കിൽ ഇയാൾക്ക് വേറെ 2 ഭാര്യയും 2-3-5 മക്കളും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്തോ എനിക്ക് അങ്ങനെയൊന്നും ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഇനി എന്നെ പറ്റില്ല ഇയാൾ വേറെ വല്ല കെട്ടിയതാണോ ഒന്നും എന്തോ ഞാൻ പറഞ്ഞില്ലേ മന്ദബുദ്ധിയായിരുന്നോ എന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനത്തെ ചിന്തകളൊന്നും എന്റെ മനസ്സിൽ വന്നിട്ടേ ഇല്ല. എന്തോ ഞാൻ ചെയ്യുന്നത് ശരിയാണ്. എനിക്കറിയാം, ഞാൻ ആ കാലമാടൻ എന്ന് വിളിച്ചതിന് എന്നെ പല രീതിയിൽ തിരിച്ചിങ്ങോട്ട് പല ഭാഷകളിൽ വിളിക്കുന്നത് എനിക്കറിയാമായിരുന്നു. അപ്പം അറിയില്ല, ഞാൻ പറഞ്ഞില്ല, ചില കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് ജ്ഞാനമില്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെയൊന്നും. എന്തായാലും ചിന്തിച്ച ചിലപ്പോൾ ഇന്നായിരുന്നെങ്കിൽ ചിന്തിച്ചു പോയി. ഉറപ്പായിട്ടും ആ ഉത്കണ്ഠകളൊക്കെ ഒരുപക്ഷെ പിന്നീട് ഫാമിലിയിലുള്ള സ്വീകരണം മറ്റു കാര്യങ്ങൾ എല്ലാവരും അവിടെ ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു അവസ്ഥയിൽ വന്നു എന്നുള്ളത് മനസ്സിലൊരു വിഷമമുണ്ടെന്നല്ലാതെ എന്നെ മകളായിട്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്തു. നിങ്ങൾ വിവാഹം കഴിക്കുന്നു, വീട്ടുകാരുടെ പ്രതികരണം എന്തായിരുന്നു? ഇവര് എല്ലാം അറിഞ്ഞു? വീട്ടുകാരുടെ പ്രതികരണം അവർക്ക് വിഷമം, അത് തകർന്ന പോലെ. അതെ. പിന്നെ വന്നു കണ്ടു. പിന്നെ കുറച്ചു കാലത്തേക്ക് നമ്മൾ അങ്ങനെ അതിലേക്ക് വരാം. ഒരു മുന്നിടയ്ക്ക് ഒരാൾ നമ്മൾ അതിലേക്ക് വരണ്ട. നമ്മൾ അതിലേക്ക് വരണ്ട. ഗൗരിയെ ഞാൻ ആദ്യം പരിചയപ്പെടുന്ന സിനിമയിലുള്ള ജോമോളായിട്ടാണ്. ഏട്ടനുമായിട്ട് വളരെ നല്ല അടുപ്പമുള്ള കുട്ടിയാണ്. ചെറുതായി വടക്കൻ വീരഗാഥയിൽ അഭിനയിച്ചപ്പോൾ തുടങ്ങിയുള്ളൊരു അടുപ്പമാണ്. അത് കഴിഞ്ഞ് കൂടുതൽ ഗൗരിയായിട്ടുള്ള അടുപ്പം ഗൗരിയുടെ കല്യാണത്തിന് ശേഷമാണെന്ന് പറയാം. ചന്തു ഞങ്ങൾക്ക് വളരെ അടുപ്പമുള്ള കുട്ടിയാണ് ചന്തു. ഗൗരിയെപ്പറ്റി പ്രത്യേകം പറയാൻ ഏറ്റവും നല്ലൊരു ഹോം മേക്കർ എന്ന് ഞാൻ പറയും ഗൗരിയെ. ഡിസിഷൻസൊക്കെ വളരെ സ്ട്രെയിറ്റായിട്ട് വളരെ ഓപ്പണായിട്ട് അഭിപ്രായങ്ങൾ പറയുന്ന, എല്ലാവരോടും സ്നേഹമുള്ള, എൻ്റെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത
ഒരാൾ എൻ്റെ കുടുംബത്തിൽ എൻ്റെ സ്വന്തം അനിയത്തി എന്ന് തന്നെ പറയാം. എനിക്ക് എന്തും തുറന്ന് സംസാരിക്കാവുന്ന, എൻ്റെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ പറ്റിയ എൻ്റെ അനിയത്തിയാണ് ഗൗരി. എപ്പോഴും എറണാകുളത്ത് പോകുമ്പോഴും ഇവിടെ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നപ്പോഴും ഒക്കെ ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ അത്രയും അടുത്ത ഒരു ബന്ധമാണുള്ളത്. ചന്തുവിൻ്റെ അമ്മയും അച്ഛനും എല്ലാവരുമായിട്ടും അത്രയും ഒരു ഫാമിലി പോലെ എന്നല്ല, ഫാമിലി തന്നെയാണ്. ഗൗരി, ചന്തു, മക്കള് എപ്പോഴും അങ്ങനെ തന്നെ ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കണം എന്നുള്ളൊരാഗ്രഹവും പ്രാർത്ഥനയുണ്ട്. ഗൗരിയുടെ അടുത്തൊരു ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഗൗരിയുടെ അടുത്തുനിന്ന് ഞാൻ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്? സുരേഷ് ഗോപിയുടെ വൈഫ് രാധിക, എന്താണ് ജോമോൾ രാധിക പഠിക്കേണ്ടത്? ചേച്ചി ഒത്തിരി പാവാ. ഇത്രയും പാവം ആകേണ്ട കാര്യമില്ല. ഇത്രയും പാവം ആവണം. അത് പക്ഷെ ഞാൻ ചേച്ചിയോട് പറയുമ്പം സുരേഷേട്ടന്റെ പറയുന്ന ഞാൻ എന്ത് കേൾക്കുന്നു എനിക്കറിയില്ല. നീ എന്റെ എന്നാലും പക്ഷേ നമ്മൾ പറഞ്ഞു പോയല്ലോ. അല്ല ചേച്ചിക്ക് സുരേഷ് ഗോപി കാണിച്ച സ്നേഹത്തിന് നല്ലൊരു പാരമാണ്. അയ്യോ അല്ല, ഒരിക്കലും അല്ല. ചേച്ചി എനിക്കെപ്പോഴും ആലോചിക്കും, എല്ലാവരുടെ അടുത്തും ചേച്ചി നല്ലതാ. അത്രയും പാവമാകേണ്ട കാര്യം. ചേച്ചി എല്ലാവരുടെ അടുത്തും നല്ല. ചിലരെന്തെങ്കിലും കാണാൻ ഞാൻ ചോദിക്കും, ചേച്ചി എന്തിനാ ചേച്ചി അവരെ നോക്കിച്ചിരിക്കണേ ചോദിക്കും. ചേച്ചിയെ വിഷമിപ്പിച്ചതല്ല, ചേച്ചി എന്തിനാ അവരെ നോക്കിച്ചിരിക്കണേ? ചേച്ചിക്ക് ഒരു വിലയുണ്ടല്ലോ. ചേച്ചി സുരേഷ് ഗോപിയുടെ വൈഫ്, ഈ വീട്ടിലെ എന്താ പറയുക ഈ വീട്ടിലെ വീട്ടമ്മ. ഞാൻ പറഞ്ഞു ചേച്ചി എന്തിനകത്ത് താഴണേ, ചേച്ചി എന്തിനാ അവരെ നോക്കിച്ചിരിക്കണം? ചേച്ചിയെ വിഷമിപ്പിച്ച ആളല്ലേ. എങ്ങനെയാ ഗൗരി അവർ വന്ന് ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ ഗൗരിയാന്ന് പറയാ? ഞാൻ എങ്ങനെയാ അവർ ചിരിക്കാണ്ടിരിക്കുക? അപ്പം ഞാനാണ് സത്യം പറഞ്ഞാൽ, സത്യമാണ് നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എത്ര ഷീ ഈസ് എക്സ്ട്രീംലി ഗുഡ് വിത്ത് എനിബഡി ആൻഡ് എവ്രിബഡി. എത്ര പേര് ചേച്ചിയെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, എത്ര പേര് പല രീതിയിലും അൺഫോർഗിവബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ വിഷമം വന്നിട്ടുണ്ടെങ്കിൽ പോലും ചേച്ചിക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ ചേച്ചി അവരോട് ചിരിക്കും. ചേച്ചിയുടെ സൗന്ദര്യം മുഴുവനും ആ നന്മയാണ്. ചേച്ചിയുടെ ആ മനസ്സിൽ ആരോടും ഒരു പകയില്ല. എല്ലാവരും നോക്കിയിട്ട് എപ്പോഴും കുണുകുണാന്ന് ചിരിക്കുക. നമ്മൾ ഈ കുപ്പിവളയൊക്കെ ഇടുന്ന ഒച്ചയില്ലേ, അതുപോലെയാണ് ചിരിക്കുക. ഒരാളോടാവട്ടെ, ഒരു ജോലിക്കാരോടാവട്ടെ, ആരോടും മുഖം കറുത്തോ ഒന്നും നേരെ മറിച്ച് അവര് തിരിച്ച് ചേച്ചിയോട് പറയണമെല്ലാം പറഞ്ഞിട്ട്